എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ മാറി വരുന്ന കാലാവസ്ഥയും ശാരീരിക പ്രശ്നങ്ങളും കാരണം പലരും അനുഭവിക്കുന്ന പ്രശ്നമാണല്ലോ അകാല നര. നരച്ച മുടി കറുപ്പിക്കാൻ കെമിക്കൽ ഡൈ ആണ് പലരും ഉപയോഗിക്കുന്നത്. എന്നാൽ കുറേ നാളത്തെ ഉപയോഗം പലതരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നെല്ലിക്ക, മുരിങ്ങയില, കറിവേപ്പില എന്നിവ ഉൾപ്പെടുത്തുന്നത് അകാല നര വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് നമ്മൾ ശംഖുപുഷ്പം വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം. ഈ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ശംഖുപുഷ്പമാണ്. ഞാനിവിടെ 2 കളറിലുള്ള ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്. നീല കളറും അതുപോലെ തന്നെ വെള്ള കളറിലുള്ള ശംഖുപുഷ്പമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നീല മാത്രമേ ഉള്ളതെങ്കിൽ നീല എടുത്താൽ മതി. എനിക്കിവിടെ രണ്ടും കിട്ടിയത് കൊണ്ടാണ് രണ്ടും എടുത്തിട്ടുള്ളത്. ഈ 2 ശംഖുപുഷ്പത്തിനും ഒരേ ഗുണം തന്നെയാണ് ഉള്ളത്. ശംഖുപുഷ്പം ഒരുപാട് ഗുണങ്ങളുണ്ട്. മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ശംഖുപുഷ്പം വളരെ നല്ലതാണ്. ശംഖുപുഷ്പത്തിന്റെ വേരും ഇലയും തണ്ടും ഒക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഈ വെളുത്ത ശംഖുപുഷ്പത്തിന്റെ വേര് നമ്മൾ ഓർമ്മ ശക്തിക്ക് വളരെ നല്ലതാണ്. നമ്മളിത് അരച്ച് പാലിൽ മിക്സ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ ഓർമ്മ ശക്തിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഗുണങ്ങൾ രണ്ടിലും ഒരേ ഗുണം തന്നെയുണ്ട്. എന്നാൽ നമ്മൾ ഈ വെള്ള ശംഖുപുഷ്പത്തിന്റെ വേരിനാണ് കൂടുതലായിട്ട് ഗുണമുള്ളത്. ശംഖുപുഷ്പത്തിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടിയോളം കറിവേപ്പിലയും ഒരു 20ഓളം ചെമ്പരത്തിപ്പൂവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തിപ്പൂവ് എടുക്കുമ്പോൾ നല്ല നാടൻ ചെമ്പരത്തിപ്പൂവ് തന്നെ എടുക്കണം. ഈ 5 ഇതളോട് കൂടിയ ചെമ്പരത്തിപ്പൂവാണ് നമ്മൾ ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ എടുക്കാറ്. കറിവേപ്പിലയ്ക്ക് ധാരാളം വൈറ്റമിൻസും മുടിക്ക് ആവശ്യമുള്ള പോഷകങ്ങളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും തിളക്കം കിട്ടാനും താരം മാറാനൊക്കെ കറിവേപ്പില നല്ലതാണ്. ചെമ്പരത്തിപ്പൂവ് മുടിക്ക് വളരെ നല്ലതാണ്. നമ്മൾ പണ്ട് കാലം തൊട്ടേ എണ്ണ കാച്ചുമ്പോഴും അതുപോലെ തന്നെ താളിയാക്കാനൊക്കെ ഈ ചെമ്പരത്തിപ്പൂവ് ഉപയോഗിക്കാറുണ്ട്. നമ്മളെ സ്കാൽപ്പിൽ അടിഞ്ഞു കിടക്കുന്ന സുഷിരങ്ങളിൽ പുതിയ മുടി കിളിർത്ത് വരാൻ സഹായിക്കുന്നതാണ് ചെമ്പരത്തിപ്പൂവ്. നമുക്കിതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകാനായിട്ട് ഇതാ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ശംഖുപുഷ്പം ഇട്ട് കൊടുക്കാം. ഇതിൽ പ്രാണിയോ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വെളുത്ത ശംഖുപുഷ്പം കൂടി കഴുകിയെടുക്കാം. കറിവേപ്പില എടുക്കുമ്പോൾ വീട്ടിൽ നട്ടു വളർത്തിയ കറിവേപ്പില ആയിരിക്കും ഏറ്റവും നല്ലത്, അങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നത്. അതെല്ലാം നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ കഴുകിയെടുക്കുന്ന സമയത്ത് കുറച്ച് വിനാഗിരി ചേർത്തിട്ട് കഴുകിയെടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കുക. കറിവേപ്പില നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ചെമ്പരത്തിപ്പൂവ് കഴുകിയെടുക്കാം. ചെമ്പരത്തിപ്പൂവ് കഴുകുന്ന സമയത്ത് ഇതിൻ്റെ അടിവശത്തുള്ള ഈ ഒരു പച്ച കളറുള്ള ഭാഗവും അതുപോലെ തന്നെ ഇതിൻ്റെ പൂമ്പൊടിയും നമുക്ക് ഒഴിവാക്കിയിട്ട് വേണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്ക് ഇതിൻ്റെ പൂമ്പൊടി അലർജി വരും. ചെമ്പരത്തിപ്പൂവും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നല്ലപോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ശംഖുപുഷ്പം ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളത് വറ്റി വന്നിട്ട് ഒരു 3/4 ഗ്ലാസിന്റെ അളവിന് ആക്കി എടുക്കണം. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. തിളച്ച് വരുന്ന വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി വേറൊരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ശംഖുപുഷ്പവും കറിവേപ്പിലയും ചെമ്പരത്തിപ്പൂവൊക്കെ ചേർന്ന് നല്ല പോലെ തന്നെ തിളച്ചൊരു കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചായപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചായപ്പൊടി എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ചായപ്പൊടി തന്നെ എടുക്കണം. എന്നാലേ നമ്മൾ ഈ റിസൾട്ടൊക്കെ കിട്ടുള്ളൂ. ഈ വെള്ളം ഇതാ നല്ല പോലെ തന്നെ തിളച്ച് കുറുകി വന്നിട്ട് 1.5 ഗ്ലാസ് ഉള്ളത് 3/4 ഗ്ലാസോളം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നേരത്തെ തിളപ്പിച്ചെടുത്തിട്ടുള്ള ഈ വെള്ളം നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം. സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ മുഴുവൻ സത്തും കിട്ടി. നമുക്ക് ഈ വെള്ളം കുളിക്കുന്നതിന് മുമ്പ് തലയിൽ ഒഴിച്ച് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഹെയർ ടോണറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിത് വിരൽ കൊണ്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും
നല്ല ഷൈനിങ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ വെള്ളം. ഈ വെള്ളം തണുത്ത ശേഷം മാത്രമേ നമ്മൾ അരിച്ചൊഴിക്കാൻ പാടുള്ളൂ. ഡൈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ചൂടുണ്ടാകാൻ പാടില്ല. ഇനി ഡൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഗ്യാസ് അടുപ്പിൽ ഒരു ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇരുമ്പ് ചട്ടിയാണ്. ഇനി ഇതിലേക്ക് 2 പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് നെല്ലിക്കപ്പൊടിയാണ്. നെല്ലിക്കപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കണം. അങ്ങനെ എക്സ്പയറി ഡേറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ അതിൽ കളറൊന്നും കിട്ടൂല. അപ്പോൾ നെല്ലിക്കപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം മുടി നിറയുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഈ പൊടിയുടെ അളവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നെല്ലിക്കയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മുടി നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും നെല്ലിക്ക. നെല്ലിക്കപ്പൊടിയുടെ കൂടെ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഭൃംഗരാജ് പൗഡറാണ്, അഥവാ കയ്യെണ്ണി ചൂർണം. മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നല്ല ഉള്ളോടുകൂടി മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ ഭൃംഗരാജ് പൗഡറൊന്നും നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഇതൊക്കെ പച്ച എടുത്തിട്ട് അരച്ച് ചേർത്താലും മതി. ഇനി ഭൃംഗരാജ് പൗഡറും 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി 2 പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചൂടാക്കി എടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ പൊടികളൊക്കെ ഇതുപോലെ ചൂടാക്കിയ ശേഷം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും. പൊടി ഇതാ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്, ഇത്രയേ വേണ്ടൂ. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് അരിച്ചൊഴിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, ശംഖുപുഷ്പം തിളപ്പിച്ച് വെച്ച, ഇനി ആ വെള്ളം ചേർത്തിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് ഈ അരിച്ചു വെച്ച വെള്ളം ഒട്ടും തന്നെ ചൂട് പാടില്ല. പൊടികൾ ചൂടാക്കിയത് കൊണ്ട് തന്നെ ഈ വെള്ളം കുറച്ചധികം വേണ്ടി വരും. കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇത് കുറുക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡൈ നല്ല രീതിയിൽ തന്നെ കറുപ്പ് കളർ കിട്ടുന്നത്. മിക്സ് ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ചുകൂടി ഇതിൽ തന്നെ കുറുകി വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഡൈ ഇതാ ഇവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് തണുത്ത ശേഷം ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരമാണ്. നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ ഭൃംഗരാജ് പൊടിയൊക്കെ ചെറിയൊരു തണുപ്പുള്ളതാണ്. ചില ആൾക്ക് അലർജി, ജലദോഷം, തുമ്മലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചക്കർപ്പൂരം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഡൈ ഇവിടെ നല്ല കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. ഇത് ഇപ്പം തന്നെ തലയിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഏകദേശം ഒരു 8-10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മുടിയിൽ പുരട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊരു ദിവസം ഞാൻ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 8-10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോഴത്തേക്കും നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ടാകും. ഡൈ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡൈ നോക്കും, നല്ല ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അത്രയും നല്ലൊരു കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മുടി നന്നായിട്ട് ചീകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒട്ടും തന്നെ എണ്ണമയം പാടില്ല. എണ്ണമയം ഒട്ടും ഇല്ലാതെ മുടിയിലായിരിക്കണം നമ്മളിത് പുരട്ടി കൊടുക്കേണ്ടത്. നമ്മളിത് തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂറെങ്കിലും വെച്ച ശേഷം മാത്രമേ കഴുകാൻ പാടുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഷാമ്പുവോ അതല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ചിട്ട് തല കഴുകാവുന്നതാണ്. അതും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൊണ്ട് നമുക്ക് തല കഴുകാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ശംഖുപുഷ്പവും ചെമ്പരത്തിപ്പൂവെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം തന്നെ മതിയാവും. അപ്പോൾ നമുക്ക് മുടിക്ക് വളരെ നല്ലതാണ്. നമ്മളെ സ്കാൽപ്പ് വൃത്തിയാകാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും. മുടി നല്ല പോലെ വളരുകയും ചെയ്യും, നല്ല വൃത്തിയായി കിട്ടും. അപ്പോൾ ഈ വെള്ളം തന്നെ മതിയാവും നമുക്ക് തല കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും മറന്നു പോകരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും, അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.